കോഹ്ലി, രോഹിത്, അശ്വിന് ഇവർ 3 പേരും റിട്ടയർ ചെയ്തു. ബൂംറ ആണെങ്കിൽ കളിക്കുന്നില്ല. ബാക്കിയുള്ളവന്മാരെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുമോ? ഇതല്ലായിരുന്നോ എന്നെപ്പോലെ നിങ്ങളും ഇന്ന് രാവിലെ വരെ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിൽ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 100 വർഷമാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓവൽ ഗ്രൗണ്ടിൽ ആകെ 2 തവണ മാത്രമാണ് നമ്മൾ അവരെ തോൽപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തേത് 1971 അന്ന് കളി നടന്നത് ഗണേശ ചതുർത്ഥിയുടെ ദിവസമായതുകൊണ്ട് ഒരു കുട്ടിയാനയെ ബെല്ലയെ വരെ ഇന്ത്യൻ ഫാൻസ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഏതായാലും ഗണേശൻ വന്നുകൊണ്ടാണോന്ന് അറിയില്ല, അന്ന് നമ്മൾ ജയിച്ചു. പിന്നെ രണ്ടാമത് നമ്മൾ ജയിക്കുന്നത് 2021 കോഹ്ലിയുടെ മാസ്റ്റർ ക്ലാസ് ലീഡർഷിപ്പ്, രോഹിത്തിൻ്റെ മെജസ്റ്റിക് സെഞ്ചുറി, പിന്നെ ബൂംറയുടെ ആ മാജിക് റിവേഴ്സ് സ്പെല്ല്. അന്ന് ജയിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെയാണോ ഇത്? 4-ാം ദിവസമായി ഇന്നലെ കളി നിർത്തുന്ന സമയത്ത് അവർക്കിനി ജയിക്കാൻ വേണ്ടത് 35 റൺസ്. അപ്പോഴും അവരെ കയ്യിൽ 4 വിക്കറ്റുണ്ട്. ഇന്ന് ഫൈനൽ ഡേ. കളി തുടങ്ങാൻ വേണ്ടിയിട്ടങ്ങ് പോകുന്ന സമയത്ത് സിറാജ് ഫോൺ എടുത്ത് ഗൂഗിളിൽ ഒരു ഇമേജ് അങ്ങ് ഡൗൺലോഡ് ചെയ്തു. ആ ഇമേജിലേക്ക് കുറച്ചു നേരം നോക്കിയെന്നു. പിന്നെ പന്തെടുത്ത് ഒരൊറ്റയേറ 3 വിക്കറ്റ് പാട്ട വീണു. കളി നമ്മൾ അങ്ങോട്ട് തൂക്കുകയും ചെയ്തു. 100ഓളം വർഷം പഴക്കമുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഓവൽ ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ 3ാമത്തെ മാത്രം ജയം. ഇനി സിറാജ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഇമേജ് ഏതാണെന്നുള്ളല്ലേ? ബിലീവ്, വിശ്വാസം. നിന്നെക്കൊണ്ടത് കഴിയടാ സിറാജെ. അവർ 35-ലെത്തുന്നതിന് മുമ്പ് അവരെ എല്ലാവരെയും നീ എറിഞ്ഞ് വീഴ്ത്തുമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. വിശ്വാസം, ബിലീവ്, അതല്ലേ എല്ലാം.